CISF ഉദ്യോഗസ്ഥരായ മോഹൻകുമാറും വിനയകുമാറും ഒരൊറ്റ നിമിഷം കൊണ്ട് കൊലക്കേസ് പ്രതികളായി. ആരെയെങ്കിലും എപ്പോഴെങ്കിലും കൊല്ലണമെന്നോ ഐവിൻ ജിജോയെ കാണുമ്പോൾ തന്നെ കൊന്നേക്കാമെന്നോ അവരുടെ കാടൻ സ്വപ്നങ്ങളിൽ പോലും ഒരിക്കലും വന്നിട്ടുണ്ടാവില്ല. പിന്നെ അവരെങ്ങനെ കൊലയാളികളായി? തിരുവനന്തപുരം സ്വദേശിയായ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന പോലീസുകാരായ ജിതകുമാറിനും ശ്രീകുമാറിനും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അയാളെ കൊന്നുകളയാൻ തോന്നിയതെങ്ങനെ? എന്തുകൊണ്ട്? സാധാ പോലീസുകാരായ അവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലെത്തിയതെങ്ങനെ? 2018 ഏപ്രിൽ 6 വരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന 28 വയസ്സുകാരനെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിലും സ്റ്റേഷനിലുമായി പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ഏപ്രിൽ 8 ശ്രീജിത്ത് മരിച്ചു. ബൂട്ടിട്ട കാൽ കൊണ്ടുള്ള ചവിട്ടേറ്റ് ചെറുകുടൽ മുറിഞ്ഞ് 2 എന്നാണ് ഓട്ടോപ്സി കണ്ടെത്തൽ. കൂടാതെ വേറെയും നിരവധി ആന്തരിക ക്ഷതങ്ങൾ. പേഴ്സി ജോസഫ് നിശാന്തിനി കേസിൽ പേഴ്സിക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ട റൂറൽ SP AV ജോർജ് നിയമവിരുദ്ധമായി രൂപീകരിച്ച റൂറൽ ടൈഗർ ഫോഴ്സിൽപ്പെട്ട പോലീസുകാരാണ് ശ്രീജിത്തിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്നത് ഞെട്ടിക്കുന്നതാണ്. റൂറൽ ടൈഗർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഒരു ഗുണ്ടാ സംഘം എന്ന് തന്നെ പറയണം. തലേ ദിവസം ഒരു സംഘം ചെറുപ്പക്കാർ വാസുദേവൻ എന്നയാളുടെ വീട് ആക്രമിച്ചതിനെ തുടർന്ന് വാസുദേവൻ ആത്മഹത്യ ചെയ്തിരുന്നു. ആ അക്രമി സംഘത്തെ തിരയുന്നതിനിടെയാണ് ആളുമാറി ശ്രീജിത്തിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത്. അക്രമി സംഘത്തിലുണ്ടായിരുന്നു ഒരു ശ്രീജിത്ത്. അയാളെ പിടികിട്ടിയില്ല. പോലീസ് കൊണ്ടുപോയ ശ്രീജിത്ത് 2-ാം നാൾ മരിച്ചു. ഓടിച്ചാടി നടന്ന ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ട് അടുത്ത ദിവസം ജീവൻ പോയ നിലയിൽ കിട്ടിയാൽ മരിച്ചു എന്നല്ല, പോലീസ് കൊന്നു എന്നാണ് പറയേണ്ടത്. എങ്കിലും കസ്റ്റഡിയിൽ കൊലപ്പെടുത്തി എന്നല്ല, കസ്റ്റഡിയിൽ മരിച്ചു എന്നാണ് പോലീസിൻ്റെയും മാധ്യമങ്ങളുടെയും ഭാഷ്യം. അവധിയിലായിരുന്ന SI ദീപക് ശ്രീജിത്തിനെ മർദ്ദിക്കാനായി മാത്രം സ്റ്റേഷനിലെത്തി എന്ന് പറഞ്ഞാൽ അയാളുടെ പോലീസ് വികാരത്തെപ്പറ്റി നമുക്ക് എന്താണ് തോന്നുക? പറവൂർ സർക്കിൾ ഇൻസ്പെക്ടർ ക്രിസ്പിൻ സാം, SI ദീപക്, CPOമാരായ സന്തോഷ് കുമാർ, ജിതിൻ രാജ്, സുമേഷ് എന്നിവർ ഉൾപ്പെടെ 8 പോലീസുകാർ സസ്പെൻഷനിലായി. കൊലക്കുറ്റം വരെ ചേർത്ത് കേസുമുണ്ടായി. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ആ കേസ് അലിഞ്ഞുപോയി. 8 മാസത്തിനുള്ളിൽ എല്ലാവരെയും സർവീസിൽ തിരിച്ചു കയറ്റി. പോലീസുകാർ ഉൾപ്പെട്ട കൊലക്കേസ് പോലീസ് തന്നെ അന്വേഷിക്കുന്നതിൽ അട്ടിമറിയുണ്ട് എന്ന് കാണിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ശ്രീജിത്തിൻ്റെ ഭാര്യ അഖില സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും പിന്നീട് ഡിവിഷൻ ബെഞ്ചും തള്ളി. പ്രതികളെ എല്ലാം തിരിച്ചെടുത്തതിൻ്റെ അർത്ഥം അവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നാണല്ലോ. കേസ് പോലീസ് അട്ടിമറിച്ചു എന്നും അർത്ഥമുണ്ട്. കൊലയാളികളെ സംരക്ഷിക്കുന്നതും കൊലക്കുറ്റത്തിന് തുല്യമാണ് എന്നറിയാവുന്ന പോലീസ് തന്നെയാണ് ഈ അട്ടിമറികൾ നടത്തിയത്. ഇതാണോ നമ്മുടെ നീതിവാഴ്ച? ശ്രീജിത്തിൻ്റെ ഭാര്യ അഖിലയ്ക്ക് സർക്കാർ ജോലിയും 10 ലക്ഷം രൂപയും കൊടുത്തു എന്നത് പരിഹാരമാകുന്നില്ല. ജീവനും ജീവിതവും തിരിച്ചു കൊടുക്കാൻ ആർക്ക് കഴിയും? പറഞ്ഞു വന്നത് നീതി നിഷേധിക്കപ്പെട്ട പാവങ്ങളുടെ കാര്യമല്ല, യൂണിഫോം ഇട്ടവരെങ്ങനെ കുറ്റവാളികളാകുന്നു എന്നതായിരുന്നു. അതിനിടയിൽ 100 കണക്കിന് നീതി നിഷേധങ്ങളിലൊന്ന് പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറ്റവാളികളും കുറ്റവാസനയുള്ളവരുമായ 800-ലധികം പോലീസുകാർ കേരളത്തിലുണ്ട് എന്നായിരുന്നു 2024 റിപ്പോർട്ട്. സ്ഥിരം കുറ്റവാളികളായ സർക്കിൾ ഇൻസ്പെക്ടർ PR സുനു, SI ശ്രീനുമോൻ തുടങ്ങിയ കുറേ പേരെ പിരിച്ചുവിടുകയും ചെയ്തു. പക്ഷേ 18 കുറ്റകൃത്യങ്ങളിൽ പ്രതിസ്ഥാനത്തുണ്ടായിട്ടും SI ശ്രീനുമോനെ പിരിച്ചുവിടേണ്ടതില്ല എന്ന് പറഞ്ഞ് DIG വിജയ് സാഖറെ അയാളെ തിരിച്ചെടുത്തു. അതവിടെ നിൽക്കട്ടെ. യൂണിഫോം ഇട്ടാൽ അഥവാ വേഷം കെട്ടിയാൽ ആ നിമിഷം ഒരാളുടെ സ്വഭാവം മാറുമോ? മാറണം. എപ്പോഴാ? സിനിമയിലും നാടകത്തിലും മറ്റുമുള്ള അഭിനയത്തിൽ വേഷത്തിന് പറ്റിയ വിധം ആടിയേ പറ്റൂ. ഉദാഹരണത്തിന് മോഹൻലാൽ പോലീസ് വേഷമിട്ടാൽ അസൽ പോലീസാവും. കള്ളൻ്റെ വേഷമിട്ടാൽ തനി കള്ളൻ. കൂലിപ്പണിക്കാരനാണെങ്കിൽ അസൽ കൂലി.
അതൊക്കെ ആ വേഷമിടുമ്പോഴത്തെ അനായാസ പ്രകടനം, തനി വേഷം കെട്ട് എന്ന് നമുക്ക് പറയാം. എന്നാൽ ഔദ്യോഗികമായി പോലീസിൻ്റെ കുപ്പായമിട്ടാൽ ഉടനെ ഒരാൾ ക്രൂരനും കുറ്റവാളിയും കൊലയാളിയുമൊക്കെ ആകുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ അന്തസ്സിൻ്റെയും അധികാരത്തിൻ്റെയും ആദരവിൻ്റെയും ഒക്കെ അടയാളമാണ് യൂണിഫോം. പക്ഷേ യൂണിഫോമിന് ഗർവ്, ഔദ്ധത്യം, അധികാര ദുർവിനിയോഗം, ആരുടെയും മേൽ മെക്കിട്ട് കയറാമെന്ന തോന്നലുണ്ടാക്കൽ തുടങ്ങിയ ചില കുഴപ്പങ്ങളുമുണ്ട്. അയാൾ ഒച്ച വെച്ച് സംസാരിച്ചപ്പോൾ നിശാന്തിനെ ഒരൊറ്റ അടി കൊടുത്തു എന്നാണല്ലോ ADGP ശ്രീലേഖ പറഞ്ഞത്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. നിശാന്തിനെപ്പോലൊരു കൊച്ചു പെണ്ണിന് അവളുടെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ ഒരു കാരണവുമില്ലാതെ തല്ലാൻ തോന്നിയതിൻ്റെ കാരണം ഇതാണ്, ഇട്ടിരിക്കുന്ന കാക്കിക്കുപ്പായത്തിൻ്റെ ഗർവ്. ഇതിട്ടാൽ ആരെയും എന്തും ചെയ്യാം എന്നൊരു അഹംബോധം, ആരും ചോദിക്കാനില്ല എന്നൊരു മിഥ്യാധാരണ. ഇത് പരിശീലനത്തിലെ പാകപ്പിഴയാണ്. യൂണിഫോം ഇടുന്നത് സേവനം നൽകാനാണ്, മെക്കിട്ട് കയറാനും തല്ലിച്ചതയ്ക്കാനുമല്ല എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തേണ്ടത് പരിശീലകരാണ്. പക്ഷേ പരിശീലകരും അതേ കുപ്പായ ഗർവ് ഉള്ളവരാണെങ്കിൽ അതെങ്ങനെ സാധിക്കും? സൈനികൻ, നഴ്സ്, കസ്റ്റംസ് ഓഫീസർ, പോലീസ്, കാവൽക്കാരൻ, ഡ്രൈവർ തുടങ്ങിയവർക്കെല്ലാം യൂണിഫോം നിർബന്ധമാക്കിയിരിക്കുന്നത് അവരെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമല്ല, ആ കുപ്പായത്തിന് ചേർന്ന അന്തസ്സോടെ തൊഴിൽ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കാനും കൂടിയാണ്. മനോദൗർബല്യത്തിന് വർഷങ്ങളായി മരുന്ന് കഴിക്കുന്ന അഭയ് എന്ന ചെറുപ്പക്കാരനെ ഏറ്റുമാനൂർ പോലീസ് ഇക്കഴിഞ്ഞ മാർച്ചിൽ അകാരണമായി പിടിച്ചുകൊണ്ടുപോയി സംഘം ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയും അയാളുടെ പേരിൽ കള്ളക്കേസ് എടുക്കുകയും ചെയ്തു. പുറത്താകെ ലാത്തിപ്പാടുകളുമായി അഭയ് 1.5 മാസമായി ആശുപത്രിയിൽ കഴിയുന്നു. തൂത്തുക്കുടിയിൽ സാത്താൻകുളം ദേശത്ത് കട നടത്തുന്ന ജയരാജിനെയും മകൻ ഫെനിക്സിനെയും 2020 ജൂൺ 19 പോലീസുകാർ അറസ്റ്റ് ചെയ്തത് കോവിഡ് സമയപരിധി കഴിഞ്ഞും കട തുറന്നു വെച്ചു എന്ന തീരെ നിസ്സാര കുറ്റത്തിനാണ്. കടയടച്ചിട്ട് വീട്ടിൽ പോടേ എന്ന് കനപ്പിച്ച് പറഞ്ഞാൽ തീരുന്ന കാര്യം. പക്ഷേ അവരെ കൊണ്ടുപോയി സ്റ്റേഷനിൽ നഗ്നരാക്കി തലകീഴായി കെട്ടിത്തൂക്കി രാത്രി മുഴുവൻ പോലീസ് മർദ്ദിച്ചു, ലൈംഗികമായി പീഡിപ്പിച്ചു, മലദ്വാരത്തിൽ ഇരുമ്പ് പൈപ്പ് കുത്തിക്കയറ്റി 2 പേരെയും കൊന്നു. 10 പോലീസുകാർക്കെതിരെ അന്യായമായി കസ്റ്റഡിയിലെടുക്കൽ മുതൽ കൊലപാതകം വരെയുള്ള കുറ്റങ്ങളിൽ കേസെടുത്തു. പക്ഷേ 4 മാസത്തിനകം കേസിൽ വിധി പറയണമെന്ന് ഉത്തരവുണ്ടായെങ്കിലും ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. പോലീസുകാരെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്താൻ കുറേ സമയം പിടിച്ചേക്കും. അവിടെയും ഇരകളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി. അതുകൊണ്ട് പരിഹാരമാകുമോ? ഇന്നലെ ഇതാ തിരുവനന്തപുരത്ത് വീട്ടുജോലിക്കാരിയായ ബിന്ദു എന്ന ദളിത് യുവതിയെ മാലമോഷ്ടിച്ചു എന്നൊരു പരാതിയുടെ പേരിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അപമാനിച്ചു, ഭീഷണിപ്പെടുത്തി. ബന്ധുക്കളെ കാണാൻ സമ്മതിക്കാതെ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ പുലരുവോളം സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചു. ഒടുവിൽ അവർ മോഷ്ടിച്ചെന്ന് പറയപ്പെട്ട മാല പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി. അവരെ വിട്ടയച്ചു, ഏതാണ്ടൊരു ഔദാര്യം പോലെ. അപ്പോഴെങ്കിലും കാല് പിടിച്ച് ക്ഷമ പറയേണ്ടതിന് പകരം തൽക്കാലം വീട്ടിൽ പോ എന്നാണ് പോലീസ് പറഞ്ഞത്. കുറ്റം തെളിയുന്നതിന് മുമ്പേ കുറ്റക്കാരിയെന്ന് മുദ്ര ചാർത്തി അപമാനിച്ച മുഴുവൻ പേരെയും ശിക്ഷിക്കേണ്ടതല്ലേ? ഇതെന്തൊരു പോലീസ്, ഇതെന്തൊരു നിയമം, ഇതെന്തൊരു നാട്? പോലീസ് നിരപരാധികളുടെ മേൽ പീഡനമുറകൾ ചാർത്തി ആഘോഷിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്, നിർത്തൂ എന്ന് പറയാൻ തക്ക നന്മയും വിവേകവുമുള്ള ആരും അവിടെ ഇല്ലല്ലോ എന്നാണ് എൻ്റെ സങ്കടം. അതോ എല്ലാവരും ഇങ്ങനെയാണോ? പേരൂർക്കടയിൽ ബിന്ദുവിനെ കളിയാക്കി ആക്ഷേപിച്ച് രസിക്കുമ്പോൾ അത് തടയാൻ അവിടെ ആരുമില്ലാതെ പോകുന്നെങ്കിൽ അത് അപകടകരമാണ്. അവർക്കിത്തിരി വെള്ളം കൊടുക്കാൻ ഒരു വനിതാ പോലീസ് പോലും അവരോട് സഹാനുഭൂതി കാണിച്ചില്ലല്ലോ എന്നത് കാക്കിക്കുള്ളിലെ കഠിനതയുടെ തെളിവാണ്. അത് നമുക്ക് അപമാനമാണ്. ഒരു വിചിന്തനത്തിനായി വീണ്ടും നെടുമ്പാശ്ശേരിയിലേക്ക് വരാം. CISFകാരുടെയും ഐവിൻ്റെയും കാറുകൾ തമ്മിൽ ഉരസി എന്നതാണല്ലോ ആ ദുരന്തത്തിൻ്റെ തുടക്കം. ആ ഉരസലിലെ തെറ്റുകാരൻ ആരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. നെടുമ്പാശ്ശേരിയിൽ എയർ കസ്റ്റംസ് സൂപ്രണ്ടായി ജോലി ചെയ്ത 9 വർഷക്കാലത്ത് ഞാൻ ആ ഇടുങ്ങിയ വഴിയിലൂടെ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്.
അവിടെ ഒരേ സമയം 2 വണ്ടികൾക്ക് സുഗമമായി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനോ ഒന്നിനെ എളുപ്പത്തിൽ മറികടക്കാനോ പറ്റില്ല. ഈ സംഭവത്തിൽ കാറുകൾ തമ്മിൽ ഉരസിയത് ആരുടെ അശ്രദ്ധ കൊണ്ടാണ് എന്ന് വ്യക്തമല്ല. കിട്ടുന്ന വിവരമനുസരിച്ച് ഐവിൻ്റെ കാർ പിന്നിലായിരുന്നുവെന്നും ഐവിന് സൈഡ് കൊടുത്തിട്ടില്ലെന്നും എപ്പോഴോ ഉരസിയെന്നും നമുക്ക് അനുമാനിക്കാം. അയാൾ മുന്നിൽ കയറി വണ്ടി തടഞ്ഞത് കൊണ്ടാണല്ലോ മോഹൻകുമാറും വിനയകുമാറും മറ്റൊരു വഴിയെ പോകാൻ വണ്ടി തിരിച്ചത്. അപ്പോഴാണ് ഐവിൻ അവരുടെ കാറിന് മുന്നിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്നതും അവർ വണ്ടി ഇടിപ്പിച്ച് അവനെയും കൊണ്ട് മുന്നോട്ട് പോകുന്നതും. ഈ നേരത്ത് CISF യൂണിഫോമിൻ്റെ ധാർഷ്ട്യം ഉണരുകയും കുടിച്ച മദ്യം അതിനാക്കം കൂട്ടുകയും ചെയ്യുന്നു. നീ ആരടാ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ എന്നൊരു ഹുങ്ക് അവരുടെ ഉള്ളിൽ തലപൊക്കുകയാണ്. കുപ്പായം കൊണ്ട് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പാരുഷ്യവും ഈഗോയും ആളിക്കത്തുകയാണ്. നേർബുദ്ധിയും വീണ്ടും വിചാരവും നഷ്ടപ്പെടുകയാണ്. അതൊരു യുവാവിൻ്റെ ദുരന്തത്തിലും അവരൊരിക്കലും നനച്ചിരിക്കാത്ത കൊലയിലും കലാശിക്കുകയാണ്. ഈ രംഗത്തിൻ്റെ മറ്റൊരു വശവും കൂടി നിരീക്ഷിക്കേണ്ടതുണ്ട്. കാർ ഉരസിയതിലെ കുറ്റക്കാർ CISFകാർ ആണെന്നിരിക്കട്ടെ, ഇരുകൂട്ടരും വണ്ടി നിർത്തി തർക്കമുണ്ടാകുന്നു. ഐവിൻ ഒറ്റയ്ക്കാണെന്നതും മറ്റവരെക്കാൾ പ്രായവും കരുത്തും കുറഞ്ഞവനാണ് എന്നതും ആളൊഴിഞ്ഞ നേരമാണ് എന്നതും ഐവിൻ ആ നേരത്തെ ചോരത്തിളപ്പിൽ മറന്നുപോയി. എതിരാളികളെ മുട്ടുകുത്തിച്ചേ അടങ്ങൂ എന്ന് അവൻ്റെ ചെറുപ്പത്തിൻ്റെ തിളപ്പിൽ ഒരു വാശി കത്തിക്കയറുന്നു. അകത്ത് 2 പേർ ഇരിക്കുന്ന വണ്ടിയുടെ മുന്നിൽ കയറി നിൽക്കുന്നത് ആ വാശി കൊണ്ടാണ്. ആ നേരത്ത് സമനില കൈവിട്ടുപോയി. അവിവേകമാണ് അവൻ കാണിച്ചത്. അവരുടെയും വണ്ടിയുടെയും ഫോട്ടോ എടുത്തിട്ട് പോലീസ് എമർജൻസി നമ്പറിൽ വിളിച്ചാൽ അവർ ഓടിച്ചു പോയാലും കാര്യങ്ങൾക്ക് ഉചിതമായ നടപടി ഉണ്ടാകുമായിരുന്നു. മരിച്ചുപോയ പയ്യനെ വിചാരണ ചെയ്യുകയല്ല. ഇത്തരം അവസരങ്ങളിൽ വാശിയല്ല, പക്വതയും സമചിത്തതയുമാണ് ആവശ്യം എന്ന് എടുത്തുകാട്ടുകയാണ് എൻ്റെ ഉദ്ദേശം. ഇതുതന്നെയാണ് നേരത്തെ പറഞ്ഞ പോലീസ് കേസുകളുടെ പിന്നിലും പ്രവർത്തിച്ചത്. യൂണിഫോം നൽകുന്ന ഗർവ്, ഔദ്ധത്യം, മുൻവിധി, അഹങ്കാരം, ഈഗോ എന്നിവ കൈവെടിഞ്ഞ് വിവേകവും സമചിത്തതയും പുലർത്താൻ പ്രത്യേക പരിശീലനം കൊടുക്കാൻ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. മൃദുവായ പെരുമാറ്റം, ദൃഢമായ പ്രവർത്തനം എന്നർത്ഥമാക്കുന്ന മൃദുഭാവേ ദൃഢകൃത്യേ എന്ന കേരള പോലീസ് സേനയുടെ ആപ്തവാക്യത്തിന് പോലീസുകാർ കളങ്കം വരുത്തരുത്. നമ്മുടെ പോലീസ് സേനയാകെ കുറ്റവാളികളും കഠിനഹൃദയരും പിടിപ്പുകെട്ടവരുമാണ് എന്നല്ല പറയുന്നത്. വേണമെന്ന് വെച്ചാൽ ഏത് പ്രതിയെയും പിടികൂടാനും ഏത് കേസും തെളിയിക്കാനും ശേഷിയുള്ള പോലീസാണ് നമ്മുടേത്. സ്കോട്ട്ലൻഡ് യാർഡിനെ പോലും വെല്ലുന്ന മികവ് കേരള പോലീസ് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. എങ്കിലും ഒരിടമാകെ നാറ്റിക്കാനും ഒരു കൊട്ട പഴം കേടാക്കാനും ഒത്തിരി അഴുക്കൊന്നും വേണ്ടല്ലോ.